ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ചിങ്ങം 1 ആണ്ടുറപ്പ് 1-ാം തീയതി ആയിക്കൊണ്ട് രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചു. ഭക്തിഗാനാക്കിയിട്ടേക്കുവാണ്. സനിഷേനാണ് കേട്ടോ വിളക്ക് കത്തിച്ചത്. സനിഷേൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ്. ഞാൻ പിന്നെ കുളിച്ചില്ല. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇനി കുളിച്ച് റെഡിയായിട്ട് വേണം പോകാൻ. തുമ്പിച്ചനാണ് എഴുന്നേറ്റില്ല. പുള്ളിക്കാരത്ത് മൂടി പോയിച്ചിടുന്ന നല്ല സുഖം നിദ്രയാണ്. അച്ഛയൊന്ന് വന്നിരുന്ന് തലോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകണ്ടാകുന്ന രാവിലെ തന്നെ വീട്ടിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞിയൊക്കെ അടുപ്പിലിട്ടു. അപ്പം കറിയാണ് കേട്ടോ രാവിലെ. അപ്പവും ഗ്രീൻ പീസ് കറി. അതൊക്കെ വേഗന്നൊക്കെ ഒന്നും ആക്കിയിട്ട് എല്ലാ പണിയൊക്കെ ഒതുക്കിയതിന് ശേഷം ഞങ്ങളിതേ അമ്പലത്തിലേക്ക് ഇതേ വന്നു കേട്ടോ. അപ്പം ഞാനും പ്രിയ ചേച്ചിയും മണിയും തുമ്പിച്ചനും കല്ലുമ്മയും സുധനയും കൂടെയാണ് പോകുന്നത്. നമ്മുടെ അകത്ത് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയാണ് കേട്ടോ. ഇത് നമ്മുടെ തൊട്ട് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കിളികുന്നുമേൽ ദേവീക്ഷേത്രം എന്ന് പറയുന്ന അമ്പലമാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും ഇവിടെയാണ് കേട്ടോ തൊഴാനൊക്കെ വരാറുള്ളത്. നമ്മുടെ തൊട്ടടുത്താണ്. ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പ്രകൃതി ഭംഗിയോട് കൂടി ഒരു അമ്പലവും കൂടിയാണ്. ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഞങ്ങളുടെ സർപ്പക്കാവാണ് കേട്ടോ. ഇവിടുത്തെ ഭയങ്കര പച്ചപ്പും ഒരു പ്രത്യേക ഒരു തണുപ്പും നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഓൾറെഡി എല്ലാ അമ്പലങ്ങളിൽ നമുക്ക് ചെല്ലുമ്പോൾ ഒരു സൈലൻസ് ആണല്ലോ, എങ്കിലും അതിനേക്കാളും ഒരു പ്രകൃതി ഭംഗിയോട് കൂടിയ ഒരു പച്ചപ്പും ഹരിതാപരവും ഒക്കെ നിറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു പ്രകൃതി ഭംഗിയോട് കൂടിയുള്ള ഒരു അമ്പലമാണ്. നമുക്കിവിടെ വന്നിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക മനസ്സിനൊക്കെ ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ്. അവധി തുമ്പിച്ച തൊഴിലൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്ക് ഓടിക്കളിയൊക്കെയാണ് കേട്ടോ. നാളെ എൻ്റെ തങ്കത്തിൻ്റെ ബർത്ത്ഡേ ആണ്, 3-ാം പിറന്നാളാണ്. അപ്പം ഇത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഉടുപ്പാണ്. അതൊക്കെ ഇട്ടുകൊണ്ട് വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആൾ. ഇപ്പോൾ ഈ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വേണം അംഗനവാടിയിലേക്ക് ആക്കാൻ. ഇപ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് ഇനി വഴക്കുണ്ടാക്കുമോയെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എങ്കിലും ഒന്ന് കൊണ്ടുപോകണം. വഴക്കുണ്ടാക്കിയാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതേ പ്രദർശനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി ഇവിടെ ആനയൂട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ വയ്ക്കാനിരുന്നതാണ്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വയനാട് ദുരന്തം ഒക്കെ ഉണ്ടായത് കാരണം അത് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പം അത് ഈ കഴിഞ്ഞ ദിവസമാണ് ആനയൂട്ടൂടെ നടത്തിയത്. അപ്പോൾ ഇനി ഞാൻ വന്നില്ല, തുമ്പിച്ചനും ബാക്കി എല്ലാവരും ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ തൊഴിലൊക്കെ കഴിഞ്ഞു, പ്രദർശനവും ഒക്കെ കഴിഞ്ഞേച്ചും ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയി കേട്ടോ അമ്പലത്തിൽ വന്നപ്പം. ഞങ്ങൾ പ്രാർത്ഥിച്ച് തൊഴുതിലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഒരു 10 മണി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ വന്നു. അപ്പം ഇത് കണ്ടില്ലേ, ഇത് കുന്നിൻ്റെ പുറത്താണ് ഈ അമ്പലം ഇരിക്കുന്നത്. നമുക്ക് ആ നേരെ കാണുന്ന റോഡിൽ കൂടെ വേണം നമുക്ക് പോകാൻ. അത് ഒരുപാട് ഉയരത്തിലാണ് കേട്ടോ, ഇഷ്ടംപോലെ പടിക്കെട്ടുണ്ട്. അങ്ങനെ കയറി വേണം നമ്മളിവിടെ വന്നാണ് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. എല്ലാവരുമൊക്കെ പ്രസാദമൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ അംഗനവാടിയിലേക്ക് പോയി. അംഗനവാടിയിൽ ഞാൻ വിചാരിച്ച ഇത്രയും വഴക്കൊന്നും പുള്ളിക്കാരത്തേക്ക് ഉണ്ടായില്ല. കൂട്ടുകാരെയൊക്കെ പുതിയ ഉടുപ്പൊക്കെ കാണിച്ച് ബർത്ത്ഡേയുടെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളെ അവിടെ ആക്കി വെച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ചിങ്ങം 1-ൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.